മാനവികതയെ സംബന്ധിച്ചും അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മൂല്യശോഷണത്തിന് ഉയർന്നു വന്നിരിക്കുന്ന നവോത്ഥാന സംരംഭങ്ങളെക്കുറിച്ചും വ്യക്തമായും വിശദമായും ഇവിടെ പ്രതിപാദിക്കപ്പെടുകയുണ്ടായി. എങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കാനാണ് ഈ വൈകിയ സന്ദർഭത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. മനുഷ്യൻ ശാസ്ത്ര സാങ്കേതിക രംഗത്തുണ്ടായിരിക്കുന്ന വളർച്ചയുടെ വികാസത്തിൻ്റെ ഉത്തുംഗതയിലാണ്. വൈജ്ഞാനിക രംഗത്ത് വിസ്ഫോടനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മംഗൾയാനിലൂടെ ചൊവ്വയിലേക്ക് പ്രയാണം നടത്തുന്ന സവിശേഷമായ സാഹചര്യത്തിലാണുള്ളത്. അതേ സന്ദർഭത്തിൽ മനുഷ്യത്വം എവിടെ നിലനിൽക്കുന്നു എവിടെ എത്തി നിൽക്കുന്നു എന്ന പ്രസക്തമായ ഒരു ചോദ്യം ഉയർന്നു വരുമ്പോൾ നമുക്ക് നമ്മുടെ സമൂഹത്തിൽ കാണാൻ സാധിക്കുന്നത് മനുഷ്യ മനസ്സുകൾ അകന്നുകൊണ്ടിരിക്കുകയും സ്നേഹബന്ധങ്ങൾ തകർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. പരസ്പരം ശത്രുതയും വിദ്വേഷവും പകയും വളർന്നു വരികയാണ്. കുടുംബങ്ങളും ശിഥിലമാവുകയും അയൽപക്ക ബന്ധങ്ങൾ തകർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. സ്ത്രീകളും കുട്ടികളും പീഡിപ്പിക്കപ്പെടുന്നു. സാമ്പത്തിക രംഗത്ത് തട്ടിപ്പുകളും അഴിമതിയും ചൂഷണങ്ങളുമാണ് കാണാൻ സാധിക്കുന്നത്. ലൈംഗികമായ അരാജകത്വവും അധാർമികതകളും സാമൂഹ്യമായ ജീർണതകളും ശക്തിപ്പെട്ടു വരുന്നു. ഭരണകൂട ഭീകരതകളും സാമ്രാജ്യത്വ ശക്തികളുടെ കിരാതമായ പ്രവർത്തനങ്ങളും വളരെ വ്യക്തമായി വളർന്നു വരുന്നു. ഇത്തരം ഒരു സാഹചര്യത്തിൽ നമുക്ക് മോചനം നൽകുവാൻ, എന്താണ് പരിഹാരം എന്ന ചോദ്യത്തിന് ഉത്തരം നൽകുവാൻ മതരഹിത വിമോചന പ്രസ്ഥാനങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് ഭൗതിക നിരീശ്വര നിർമ്മത പ്രസ്ഥാനങ്ങൾ ഈ കാലഘട്ടത്തിന്റെ പ്രതീക്ഷയായി കടന്നു വന്നിരുന്നു എങ്കിൽ ഒരു നൂറ്റാണ്ട് കാലത്തിനുള്ളിൽ തന്നെ നാമാവശേഷമായിക്കൊണ്ടിരിക്കുന്ന വ്യക്തമായ സാഹചര്യത്തിൽ മതത്തിന്റെ പ്രസക്തി ഏറെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടുകയാണ്. ഇവിടെയാണ് നമുക്ക് മതത്തെ തിരിച്ചറിയാൻ കഴിയേണ്ടത്, മതത്തിന്റെ അനിവാര്യത ബോധ്യപ്പെടേണ്ടത്. പാരമ്പര്യ സാമ്പ്രദായിക മതത്തിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യ പ്രകൃതിക്ക് അനുയോജ്യമായ ദൈവിക മതത്തെ ഉൾക്കൊള്ളാനും അംഗീകരിക്കുവാനും സാധിക്കേണ്ടത് എന്ന് മാത്രം സൂചിപ്പിക്കാനാണ് ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുന്നത്. സഹോദരങ്ങളെ, നമ്മൾ ആലോചിക്കുക. വളരെ വ്യക്തമായി കാലാതിവർത്തിയായ അനശ്വരമായ മൂല്യങ്ങൾ സംഭാവന ചെയ്യുവാൻ കേവലം മനുഷ്യബുദ്ധി പരിമിതമാകുന്നു എന്നത് വ്യക്തമായി നമുക്ക് ബോധ്യപ്പെടുമ്പോൾ കൃത്യമായും മനുഷ്യാതീതമായ ഒരു കേന്ദ്രത്തിൽ നിന്ന് മനുഷ്യ സമൂഹത്തിന് ആവശ്യമായ യഥാർത്ഥമായ വെളിച്ചം ലഭ്യമാകേണ്ടതുണ്ട് എന്ന തിരിച്ചറിവാണ് മതത്തെക്കുറിച്ചും മതമൂല്യങ്ങളെക്കുറിച്ചും നമുക്ക് മനസ്സിലാക്കുവാൻ പ്രേരണ നൽകുന്നത് എന്ന് കാണാൻ സാധിക്കും. അതാണ് നേരത്തെ ഇവിടെ പലരും സൂചിപ്പിച്ചത്. ആദ്യ മനുഷ്യനായ ആദം അലൈഹിസ്സലാമിലൂടെ മാനവതയുടെ മുമ്പിൽ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന നിനക്ക് നമ്മിൽ നിന്ന് മാർഗദർശനം ലഭിക്കുമ്പോൾ നീ അത് സ്വീകരിച്ചാൽ ഭയപ്പെടേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല എന്ന ഈ ലോകത്ത് ആദ്യമായി മനുഷ്യൻ നിയോഗിക്കപ്പെട്ടപ്പോൾ ആ മാനവ സമൂഹത്തിന് വെളിച്ചമായി ദൈവം തമ്പുരാൻ നൽകിയിരിക്കുന്ന പ്രോജ്വലമായ ആ മാർഗദർശനം, ആ പ്രോജ്വലമായ പ്രകാശത്തിന്റെ പൂർത്തീകരണമാണ് അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയിലൂടെ നിർവഹിക്കപ്പെട്ടിരിക്കുന്നത് എന്നതാണ്. ആ പ്രവാചകന്റെ ജീവിത ദൗത്യത്തെക്കുറിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ മറ്റ് പ്രവാചകന്മാരെ തള്ളിപ്പറഞ്ഞുകൊണ്ടല്ല, മറ്റ് ദൈവിക വേദഗ്രന്ഥങ്ങളെ നിഷേധിച്ചുകൊണ്ടല്ല, ലാ നുഫർരിഖു ബൈന അഹദിൻ മിൻ റുസുലിഹി, പ്രവാചകന്മാർക്കിടയിൽ യാതൊരു വേർതിരിവുമില്ലാത്ത വിധം എല്ലാ ദൈവത്തിന്റെ ദൂതന്മാരെയും അംഗീകരിച്ചുകൊണ്ട് അവർ ഉയർത്തിപ്പിടിച്ചിരുന്ന സത്യസന്ദേശങ്ങളിലേക്ക് തിരിച്ചു വിളിച്ചുകൊണ്ട് തഅലൗ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വ ബൈനക്കും, നിങ്ങൾക്കും നമുക്കും യോജിക്കാൻ കഴിയുന്ന അടിസ്ഥാനപരമായ സത്യസന്ദേശത്തിലേക്ക് തിരിച്ചു വരിക എന്നുള്ള ആ വിളിയായിരുന്നു, ആ ഉൾവിളിയായിരുന്നു അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ലോകത്ത് മുമ്പിൽ സമർപ്പിച്ചിരുന്നത് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ സന്ദേശം അതാണ് നമ്മൾ കാണുന്നത്. മറ്റു ദൈവിക വേദഗ്രന്ഥങ്ങളെ മുഴുവൻ സത്യമാക്കിക്കൊണ്ടാണ് അവസാനത്തെ ദൈവിക വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആനിന്റെ അവതരണം കൊണ്ട് സാധ്യമായി തീർന്നിട്ടുള്ളത്. ആ വിശുദ്ധ ഖുർആനിലൂടെ പ്രവാചകന്റെ അധ്യാപനങ്ങളിലൂടെ അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയിലെ ജീവിത മാതൃകയിലൂടെ ലോകാവസാനം വരെയുള്ള മുഴുവൻ മനുഷ്യർക്കും ഉൾക്കൊള്ളുവാനും അംഗീകരിക്കുവാനും പ്രാവർത്തികമാക്കുവാനും പ്രയോജനവൽക്കരിക്കുവാനും കഴിയുന്ന ആ മതത്തെക്കുറിച്ചാണ് വിശുദ്ധ വേദഗ്രന്ഥം പ്രഖ്യാപിച്ചത്. ഫഅഖിം വജ്ഹക ലിദ്ദീനി ഹനീഫ ഫിത്രത്തല്ലാഹി അല്ലതി ഫതറ അന്നാസ അലൈഹാ ലാ തബ്ദീല ലിഖൽഖില്ലാഹ് ദാലിക അദ്ദീനുൽ ഖയ്യിം വലാകിന്ന
നിങ്ങൾ നിങ്ങളുടെ മുഖത്തെ ഈ മതത്തിന് നേരെ തിരിച്ചു നിർത്തുക. ഏതാണ് മതം? സാമുദായിക, പാരമ്പര്യ, ജാതീയമായ മതത്തെക്കുറിച്ചല്ല, മറിച്ച് എല്ലാ മനുഷ്യർക്കും അംഗീകരിക്കാൻ കഴിയുന്ന ദൈവം തമ്പുരാനിൽ നിന്ന് അവതീർണമായ ദൈവത്തിന്റെ ദൂതന്മാരിലൂടെ മാനവ സമൂഹത്തിന് മുമ്പിൽ സമർപ്പിക്കപ്പെട്ട പ്രകൃതി മതത്തെക്കുറിച്ചാണ് ഖുർആൻ പറഞ്ഞത്. അത് നേരെ ചൊവ്വയുള്ള മതമാകുന്നു, എന്നൊന്നും നിലനിൽക്കാൻ അർഹതയുള്ള മതമാകുന്നു എന്ന് പറയാനുള്ള കാരണം എന്താണ്? ലാ തബ്ദീല ലിഖൽഖില്ല. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടി വ്യവസ്ഥയിൽ യാതൊരു മാറ്റവും ആവശ്യമില്ലാത്ത വിധം ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടി സംവിധാനം എന്തുമാത്രം അന്യൂനമാണോ അതിലേറെ അന്യൂനമാണ് ദൈവം മനുഷ്യർ നൽകിയിരിക്കുന്ന സദാചാര വ്യവസ്ഥ, അവൻ മനുഷ്യർ നിശ്ചയിച്ചു തന്നിരിക്കുന്ന ധാർമ്മിക വ്യവസ്ഥ എന്നുള്ളതാണ്. ആ ധാർമ്മിക സദാചാര നിയമങ്ങളുടെ ആകത്തുകയാണ് വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കർമ്മങ്ങളും സംസ്കാരവും ജീവിതത്തിലെ സകലമായ ഇടപാടുകളും പെരുമാറ്റങ്ങളും സമീപനങ്ങളും എല്ലാം ഉൾക്കൊള്ളുന്ന അതിന്റെ സമ്പൂർണമായിരിക്കുന്ന സമർപ്പണമാണ് ദീനുൽ ഇസ്ലാമിലൂടെ. ഇസ്ലാം തീർച്ചയായും ദൈവത്തിങ്കിൽ അംഗീകരിക്കപ്പെട്ട മതം ഇസ്ലാമാകുന്നു എന്ന വിശുദ്ധ വേദഗ്രന്ഥത്തിന്റെ പ്രഖ്യാപനത്തിലൂടെ മാനവതയുടെ മുമ്പിൽ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന യഥാർത്ഥ വൈദിക മതം പ്രകൃതി മതം എന്ന് മാത്രം സൂചിപ്പിക്കാനാണ് ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുന്നത്. സഹോദരങ്ങൾ, നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്, അങ്ങനെയുള്ള ഒരു മതം അത് മനുഷ്യ പ്രകൃതിക്ക് അനുയോജ്യമാകുന്നു എന്നുള്ളതാണ്. മനുഷ്യന്റെ വികാരങ്ങളോടും അവന്റെ അവന്റെ ആഗ്രഹങ്ങളോടും അവന്റെ അഭിലാഷങ്ങളോടും അവന്റെ താല്പര്യങ്ങളോടും അവന്റെ ജന്മസിദ്ധമായ പ്രകൃതിയോടും അവന്റെ സവിശേഷമായ പ്രത്യേകതകളോടും പരിപൂർണമായും യോജിക്കുന്നു എന്നുള്ളതാണ് ഇതിനെ പ്രകൃതി മതം എന്ന വിശേഷണത്തിന് പരിപൂർണമാക്കി അർഹമാക്കി മാറ്റുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ ചുറ്റുപാടുമുള്ള ജീവജാലങ്ങളിൽ നിന്നും മനുഷ്യരെ വ്യതിരക്തനാക്കി മാറ്റി നിർത്തുന്ന ഏറ്റവും വലിയ സവിശേഷത എന്താണ്? തിന്നണം, കുടിക്കണമെന്ന തന്റെ വിശപ്പും ദാഹവും നിർവഹിക്കപ്പെടണമെന്നുള്ള പാരമ്പര്യമായിരിക്കുന്ന സകലമായ ജീവജാലങ്ങളുടെയും പ്രാഥമികമായ ആവശ്യങ്ങൾ മാത്രമാണ് മനുഷ്യരും ഇവിടെ നിറവേറ്റാനുള്ളതെങ്കിൽ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്, നമ്മൾ എന്തിനും മനുഷ്യരായി സൃഷ്ടിക്കപ്പെടണം എന്ന പ്രസക്തമായ ചോദ്യത്തിന് ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. നമ്മൾ ആലോചിക്കുക സഹോദരങ്ങൾ, നമ്മൾ ചിന്തിക്കുക, ഈ ലോകത്തുള്ള മനുഷ്യരല്ലാത്ത എല്ലാ ജീവജാലങ്ങൾക്കും വിശപ്പടക്കാൻ സാധിക്കേണ്ടതുണ്ട്, ദാഹശമനം വരുത്തേണ്ടതുണ്ട്. അത് ലോകത്ത് ഇന്നേ വരെ കെട്ടിയിട്ടിട്ടില്ലാത്ത സ്വതന്ത്രമായി അയച്ചുവിടപ്പെട്ട മനുഷ്യരല്ലാത്ത ഉറച്ച ജീവിയും പട്ടിണികളുടെ മരിച്ചുപോയതായി ലോകത്തെവിടെയും ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. അവർക്ക് അതിനുവേണ്ടി നയാ പൈസയുടെ കടം വരുത്തേണ്ടി വന്നിട്ടില്ല, രാപ്പകൽ അധ്വാനിക്കേണ്ടി വന്നിട്ടില്ല. ജന്മസഹജമായ പ്രകൃതിദത്തമായ അവയുടെ പ്രത്യേകതകൾ കൊണ്ട് മാത്രം അവയുടെ വിശപ്പും ദാഹത്തിനും ശമനം കണ്ടെത്താൻ സാധിക്കുന്ന പ്രകൃതമാണ് എല്ലാ ജീവജാലങ്ങൾക്കും ദൈവം കഴിഞ്ഞരുളിയിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. സുഖമായ അന്ത്യവിവരങ്ങളും മറ്റൊരാവശ്യമായി വിശദീകരിക്കപ്പെടാറുള്ളതാണ്. നമ്മൾ ആലോചിച്ച് നോക്കുക, ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും രൂപ മുടക്കി വീടുണ്ടാക്കിയിട്ടും ആ വീടിനകത്ത് സ്വസ്ഥമായി കിടന്നുറങ്ങാൻ കഴിയാത്ത മനുഷ്യൻ. നമ്മൾ കാണുന്നത് നമ്മുടെ ചുറ്റുപാടുമുള്ള ജീവജാലങ്ങൾ, മറ്റു ജന്തുജാലങ്ങൾ, അവ സുന്ദരമായി ഈ പ്രകൃതിയിൽ അവർക്ക് ലഭ്യമായിരിക്കുന്ന സ്ഥലങ്ങളിൽ അവർക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ഭവനങ്ങളിൽ, അത് ആകാശങ്ങളിലാകാം, ഭൂമിയിലാകാം, മരങ്ങളിലാകാം, ഗുഹകളിലാകാം, മറ്റെവിടെയുമാകാം, എത്ര ശാന്തമായിട്ടാണ്, എത്ര സുന്ദരമായിട്ടാണ്, എത്ര സമാധാനപരമായിട്ടാണ് അന്തിയുറങ്ങാൻ സാധിക്കുന്നത്. അതുകൊണ്ട് സമാധാനപരമായി അന്തിയുറങ്ങാൻ നാം മനുഷ്യരാകേണ്ടതില്ല, അതിനേക്കാൾ മെച്ചം മറ്റേതെങ്കിലും ജീവജാലങ്ങളാവുകയായിരുന്നു എന്ന് നമുക്ക് അനുഭവത്തിലൂടെ ബോധ്യപ്പെടുകയാണ്. ശത്രുവിനെ നേരിടുവാൻ പ്രകൃതിദത്തമായിരിക്കുന്ന ജന്മസഹജമായ പ്രത്യേകത കൊണ്ട് മാത്രം അവയുടെ ഓരോ ജീവജാലങ്ങളുടെയും സുരക്ഷ ഉറപ്പുവരുത്തപ്പെടുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മളാണ് നമ്മുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി, നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി കോടിക്കണക്കിൽ രൂപ ചെലവഴിച്ചിട്ടും ഒരു രാജ്യത്തും ഒരു ഉത്തരവാദപ്പെട്ട ഭരണാധികാരികൾക്ക് പോലും രക്ഷ ഒരുക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടുന്നത്. അതുകൊണ്ട് നമ്മൾ ആലോചിക്കണം, ആഹാരം, ആവാസം, ആത്മരക്ഷ എന്ന പ്രാഥമികമായ ആവശ്യങ്ങളാണ് മനുഷ്യനും അവന്റെ ജീവിത ലക്ഷ്യമായി നിർവഹിക്കപ്പെടാറുള്ളത് എങ്കിൽ അത് മനുഷ്യരെക്കാൾ സുന്ദരമായും സൗകര്യപ്രദമായും മറ്റു ജീവജാലങ്ങൾ ഇവിടെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്, എന്താണ് മനുഷ്യൻ, എന്താണ് മനുഷ്യന്റെ പ്രത്യേകത? അവർ നമുക്ക് തിരിച്ചറിയാൻ കഴിയേണ്ടത്, നമുക്ക് ജന്മനായുള്ള കഴിവ് കുറവാണെങ്കിലും ബാക്കി ജീവജാലങ്ങളെ മുഴുവനും നമ്മുടെ വിരൽപ്പലത്ത് വലപ്പുകളിൽ നിർത്താൻ സാധിക്കുന്ന സവിശേഷമായ ശക്തി, നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ആദം സന്തതികളെ നാം ആദരിച്ചിരിക്കുന്നു എന്ന് ദൈവം തമ്പുരാൻ പ്രഖ്യാപിച്ചിരിക്കുന്ന ആ ആദരണീയതക്ക് അർഹരായിത്തീരുന്ന മനുഷ്യന്റെ സവിശേഷത എന്താണ്, പ്രത്യേകത എന്താണ്? ആ ചോദ്യത്തിന് ഉത്തരമാണ് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ചിന്താശക്തിയാണ്, ബുദ്ധിശക്തിയാണ്, വിശേഷ ബുദ്ധിയാണ്, വിവേചന ശക്തിയാണ് എന്നുള്ളത്. ആ ബുദ്ധി
ബുദ്ധിശക്തിയും വിവേചനശക്തിയും ചിന്താശക്തിയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ശരീരത്തിന് പോഷണം നൽകുന്ന ആഹാരങ്ങളെക്കാൾ ഉപരിയായി നമ്മുടെ ആത്മാവിനെ ഏറ്റവും ഉത്കർഷമാക്കി മാറ്റാൻ ആവശ്യമായ ദിവ്യമായ വെളിച്ചം അത് സ്വീകരിക്കുവാൻ അതാണ് മതം മനുഷ്യരുടെ മുമ്പിൽ പ്രദാനം ചെയ്യുന്നത് എന്ന് മാത്രം സൂചിപ്പിക്കുകയാണ്. ആ ഒരു ബോധത്തിലേക്ക് മനുഷ്യൻ ഉയർന്നുവരുമ്പോൾ അവന് സ്വന്തം അസ്തിത്വത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിലൂടെ സൃഷ്ടാവിനെ ബോധ്യപ്പെടാൻ, ദൈവത്തിന്റെ ആസ്തിക്യം ബോധ്യപ്പെടാൻ സാധിക്കുന്നതിലൂടെ അവിടെ ഉണ്ടായിത്തീരുന്നതാണ്. അതിനനുസരിച്ച് ദൈവം തമ്പുരാൻ മനുഷ്യരോട് പറഞ്ഞു, നിങ്ങളെല്ലാവരും ഒരൊറ്റ സമൂഹമാണ്. ആ ഒരൊറ്റ സമൂഹം ഞാൻ നിങ്ങളുടെ ദൈവം, നിങ്ങളുടെ ആരാധ്യൻ, നിങ്ങളെന്നെ മാത്രം ആരാധിക്കുന്നതിലൂടെ ആ ഒരൊറ്റ സമൂഹം എന്ന ഏകമാനവതയ്ക്ക് ഏകദൈവ വിശ്വാസം എന്ന സമുന്നതമായ ആദർശത്തിലേക്ക് മനുഷ്യന് ഉയരാനും മനുഷ്യന് വളരാനും സാധിക്കുന്നു എന്നുള്ളതാണ് വിശുദ്ധ ഖുർആൻ ബോധ്യപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ആ നിലക്കുള്ള മാനവികതയുടെ ഭിന്ന മുഖങ്ങളാണ് ഇവിടെ നേരത്തെ വിശദീകരിക്കപ്പെട്ടത്. എന്ന പ്രഖ്യാപനത്തിലൂടെ മാനവകുലത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് നമുക്ക് ഏകോദര സഹോദരന്മാരാകുന്നു എന്നുള്ള ആ സമത്വ സാഹോദര്യ സ്നേഹബന്ധങ്ങളെ ശക്തിപ്പെടുത്തിയെടുക്കുവാൻ എങ്ങനെ സാധിക്കുമെന്നത് വിവിധ പ്രഭാഷകന്മാർ അവരുടെ മനോഹരമായ ശൈലിയിലൂടെ വ്യക്തമായ തെളിവുകളിലൂടെ എന്തിന് അവസാനമായി സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഉറൂബിന്റെ നോവലിന്റെ വരികളിലൂടെ പോലും നമ്മെ ബോധ്യപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. ആ കാര്യം നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ അത് ഖുർആൻ എന്നോ പ്രഖ്യാപിച്ചിരിക്കുന്ന ആ മഹത്തായ മാനവികത എന്ന ചിന്തയിലേക്ക് നമുക്ക് ഉയർന്നു വരാൻ സാധിക്കും. നീ നിനക്ക് വേണ്ടി എന്ത് ഇഷ്ടപ്പെടുന്നുവോ അത് മറ്റു മനുഷ്യർക്ക് വേണ്ടി ഇഷ്ടപ്പെടുക എന്നതാണ് മനുഷ്യന്റെ ബാധ്യത. എനിക്കുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന സുഖങ്ങളും സൗകര്യങ്ങളും നേട്ടങ്ങളും വളർച്ചയും വികാസവുമെല്ലാം എന്റെ അപ്പുറം താമസിക്കുന്ന മുഴുവൻ മാനവ സഹോദരന്മാർക്കും ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുവാൻ, എന്ന് അഭിലഷിക്കുവാൻ, എന്ന് ചിന്തിക്കുവാൻ സാധിക്കുന്ന മാനസികാവസ്ഥയിലേക്ക്, മനോഭാവത്തിലേക്ക് ഞാൻ ഉയർന്നു വരുമ്പോൾ ഞാൻ യഥാർത്ഥ മനുഷ്യനായിത്തീരുന്നു എന്നാണ് നമുക്ക് ബോധ്യപ്പെടുന്നത്. അതുകൊണ്ട് മനുഷ്യനിലെ മനുഷ്യത്വത്തിന്റെ വളർച്ചയും വികാസവുമാണ് മതം ഇവിടെ പ്രദാനം ചെയ്യുന്നത് എന്നും അതിലൂടെ രൂപപ്പെടുന്നതാണ് മാനവികത എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ആ മാനവികതയിൽ നിന്നും മതമൂല്യങ്ങളിൽ നിന്നും മനുഷ്യൻ അകന്നു പോയപ്പോഴാണ് നവോത്ഥാന സംരംഭങ്ങൾ അനിവാര്യമായി വന്നത്. നമ്മുടെ സഹോദര സമുദായങ്ങളിൽ പലപ്പോഴും നമുക്ക് കാണാൻ സാധിച്ചത് സാമൂഹിക നവോത്ഥാനം മാത്രമായിരുന്നു. മലയാളക്കരയിൽ അയ്യങ്കാളിയെ പോലുള്ള, ശ്രീനാരായണ ഗുരുവിനെ പോലുള്ള മഹാരഥന്മാരായ ഹൈന്ദവ രംഗത്ത് വിപ്ലവങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്ന സാമൂഹിക നവോത്ഥാന പ്രവർത്തകന്മാരെ നമ്മൾ പരിശോധിക്കുമ്പോൾ അതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഘടകം സാമൂഹികമായ നവോത്ഥാനത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയായിരുന്നു. എന്നാൽ മുസ്ലിം സമൂഹത്തിലുണ്ടായിരുന്ന നവോത്ഥാനം കേവലം സാമൂഹികമായ നവോത്ഥാനം മാത്രമായിരുന്നില്ല. വിശ്വാസപരമായി, വിദ്യാഭ്യാസപരമായി, സാമൂഹികമായി, സാംസ്കാരികമായി ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും സമ്പൂർണമായ മാറ്റത്തിന്റെ, പരിവർത്തനത്തിന്റെ, പുതിയ ഉണർവിന്റെ വെളിച്ചം പകരുവാൻ, പുതിയ ഉൾവിളിയിലൂടെ മനുഷ്യ മനസ്സിനെ സംസ്കരിച്ചെടുക്കുവാൻ ലോകത്തിന് മുമ്പിൽ ഒരു മഹത്തായ മാനവികത രൂപപ്പെടുത്തി കൊണ്ടുവരാൻ സാധിച്ചിരുന്നു എന്നുള്ളതാണ്. വക്കം മൗലവിയുടെ, കെ എം മൗലവിയുടെ, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ, ഇ കെ മൗലവിയുടെ, അങ്ങനെ തുടങ്ങി ഈ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി, ഈ രാജ്യത്ത് സാമ്രാജ്യത്വത്തിനെതിരെയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്ന മഹാരഥന്മാരായ സ്വാതന്ത്ര്യ സമര നായകന്മാർ, അവർ നവോത്ഥാന പ്രവർത്തനങ്ങളുടെ നേതൃത്വം വഹിച്ചിരുന്ന മഹാന്മാർ കൂടിയായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ ബഹുമത സമൂഹത്തിൽ ഒരു മുസ്ലിമിന്റെ ബാധ്യതയും ഉത്തരവാദിത്വവും തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുവാൻ സാധിക്കുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കുവാൻ നവോത്ഥാന സംരംഭങ്ങൾക്ക് സാധിച്ചിരുന്നു എന്നുള്ളതാണ്. എന്നാൽ അതിന്റെ പിൻതലമുറക്കാരായ ഇന്നത്തെ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ പേര് പറഞ്ഞിരിക്കുന്ന ആളുകൾ ഒരു നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ, ഒരു നൂറ്റാണ്ടും അതിലേറെ നൂറ്റാണ്ടും ഈ സമൂഹത്തെ പിറകോട്ട് തിരിച്ചു വിളിക്കുന്ന ദുഃഖകരമായ ഒരു അവസ്ഥയിലാണ്. രണ്ടാം നവോത്ഥാനത്തിന്റെ ഉൾവിളിയുമായി ഈ പ്രസ്ഥാനം, ഈ മഹാസമ്മേളനം, ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഇന്നേവരെ ഒരു ഉദ്ഘാടന സമ്മേളനം ഈ വൈകിയ വേളയിൽ പോലും നിറഞ്ഞ സദസ്സുമായി നിൽക്കുമ്പോൾ പടച്ചതമ്പുരാനെ സ്തുതിക്കാൻ മാത്രമാണ്, അവന്റെ മുമ്പിൽ തലകുലിക്കുവാൻ മാത്രമാണ്, അവനോട് സ്തുതികീർത്തനം പറയുവാൻ മാത്രമാണ് ഈ പ്രവർത്തകന്മാർക്ക് സാധിക്കുന്നത്. അത് ആദരണീയരായ ഈ പണ്ഡിതന്മാരുടെ ആത്മാർത്ഥതയാണ്. ആദർശ വ്യതിയാന മായാരോപണം ഉന്നയിച്ചുകൊണ്ട് അകറ്റി നിർത്തപ്പെട്ട യുവശക്തിയെ മുഴുവനും മാറ്റി നിർത്തപ്പെട്ട ഒരു അവസ്ഥയിൽ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ചെറുപ്പക്കാരെ ഏറ്റെടുത്തുകൊണ്ട് ആദർശബോധമുള്ള ഒരു യുവതലമുറ 12 വർഷം കൊണ്ട് ആത്മാർത്ഥതയിലൂടെ നേടിയെടുത്തിരിക്കുന്ന വിജയത്തിന്റെ വ്യക്തമായ പ്രകടമായ തെളിവാണ് ഈ സമ്മേളനം പ്രഖ്യാപിക്കുന്നത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് സഹോദരങ്ങൾ നമ്മൾ ആലോചിക്കുന്നുണ്ട്. വളരെ വ്യക്തമായും ലാ ഇലാഹ ഇല്ലല്ലാഹ്, നേരത്തെ ശ്രീ
സ്വാമി അഗ്നിവേശ് അദ്ദേഹത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞതും അവസാനമായി നമ്മൾ കേട്ടിരിക്കുന്ന ലീലാദർശന്റെ പ്രഭാഷണത്തിൽ നമ്മൾ മനസ്സിലാക്കിയതുമായ ആ കലിമത്തു തൗഹീദിൽ നിന്ന് മുസ്ലിംകൾ മാത്രമല്ല നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ പേരും അഭിമാനവും പറയുന്ന ആളുകൾ പോലും വഴിമാറിപ്പോവുകയും വളരെ വ്യക്തമായും ജിന്നുകൾക്ക് പിന്നാലെ ശവ നടത്തുവാനും നേരത്തെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന അന്ധവിശ്വാസങ്ങളെ തിരിച്ചു കൊണ്ടുവരാനും വിജയമായ സ്ഥലത്ത് നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കാൻ, നമ്മുടെ തെറ്റങ്ങൾ അറിയാൻ, നമ്മുടെ ആഗ്രഹങ്ങൾ സബലീകരിച്ചു വരാൻ, നമുക്ക് നന്മകൾ പ്രദാനം ചെയ്യുവാൻ, നമുക്ക് തിന്മകൾ തടുക്കുവാൻ അല്ലാഹുവല്ലാത്ത, സത്താവല്ലാത്ത, ജഗന്നിയന്താവല്ലാത്ത, ജഗദീശനല്ലാത്ത, പടച്ചുതമ്പുരാനല്ലാത്ത മറ്റു ഒട്ടനവധി സൃഷ്ടികൾക്ക് സാധിക്കുമെന്ന നിത്യാധാരണ പോലും വെച്ചു പുലർത്തുന്ന ദയനീയമായ അവസ്ഥയിലേക്ക് തിരിച്ചു പോകുമ്പോൾ നവോത്ഥാനത്തിന്റെ അനിവാര്യത നമുക്ക് ബോധ്യപ്പെടുകയാണ്. 1922 കാലഘട്ടത്തിൽ കേരള ജമ്മിയത്തുലമ എന്ന പണ്ഡിത സഭ രൂപീകരിക്കുന്ന സന്ദർഭത്തിൽ അന്ന് പണ്ഡിതന്മാർ ഒരുമിച്ച് കൂടിയപ്പോൾ കേരളത്തിലെ ഒന്നാമത്തെ മുസ്ലിം പണ്ഡിത സഭയായിരുന്നു അവിടെ. ആ ചർച്ചയിൽ ഉയർന്നു വന്നിരിക്കുന്ന ചോദ്യം, ഇങ്ങനെ പണ്ഡിതന്മാർ സംഘടിതമായി പ്രവർത്തിക്കേണ്ടതുണ്ട് എന്നതിന് തെളിവുണ്ടാകുന്നു എന്നാണ്. അപ്പോൾ നമ്മുടെ പണ്ഡിതന്മാർ അന്ന് ഉന്നയിച്ചത് നിങ്ങളിൽ നിന്നൊരു ഉത്തമ സമൂഹം ഉണ്ടാകട്ടെ, നല്ലതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്ന, സദാചാരം കൽപ്പിക്കുന്ന, ദുരാചാരം വിലക്കുന്ന ഒരു സമൂഹം. ആ ആയത്ത് ഉദ്ധരിക്കപ്പെട്ടപ്പോൾ അന്ന് ചിലർ പറഞ്ഞത് ഞങ്ങൾ ചോദിച്ചത് ഖുർആനായത്തല്ല ദലീലാകുന്നു എന്നാണ്. നമ്മൾ ആ ചരിത്രത്തിൽ അത് മാത്രമേ ചിന്തിച്ചുള്ളൂ. ഖുർആനായത്ത് ദലീലാകുമോ ഇല്ലേ എന്നുള്ളതിടത്ത് ഉടക്കി നിൽക്കുകയായിരുന്നു ആ ചർച്ച. പക്ഷെ ഇന്ന് നമുക്ക് ബോധ്യപ്പെടുന്നത് സംഘടന പോലും കുറ്റമാകുന്നു എന്ന് പറയുന്നിടത്തേക്ക് ആളുകൾ വഴിമാറിപ്പോകുമ്പോൾ ഉമ്മ എന്ന ആയത്തിന്റെ യഥാർത്ഥാർത്ഥം എന്ത് ചിന്തിക്കുവാൻ നമുക്ക് നമ്മുടെ പണ്ഡിതന്മാരെ പോലും ഉത്ബോധിപ്പിക്കരുതെന്ന ദുഃഖകരമായ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന്റെ പ്രസക്തി മനസ്സിലാക്കി അതിശക്തമായി മുന്നോട്ട് പോകാൻ നമ്മൾ തയ്യാറാകുക എന്ന് മാത്രം ആഹ്വാനം ചെയ്തുകൊണ്ട് അതിന് അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് രണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നിങ്ങൾക്ക് നന്ദി. വാഹുർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.